ഈ വർഷം കാലവർഷക്കെടുതികൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. നേരത്തെയുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനാലാണ് തീരപ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നും അവർ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. കേരളത്തിലെ തെക്കുകിഴക്ക് വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലെ തീരപ്രദേശങ്ങളിലുള്ളവരും മലയോരത്തുള്ളവരും കരുതിയിരിക്കണമെന്ന് നേരത്തെ വിഷുഫലത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാൻ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ മുൻകരുതലുകൾ എടുക്കണമെന്ന് തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് ചെവിക്കൊണ്ടില്ല. ഇതിനാൽ കഴിഞ്ഞ 14-ന് കോഴിക്കോട് കടപ്പുറത്തും കോതിപ്പാലം, നൈനാംവളപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലും വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായതായി ഭാരവാഹികൾ പറഞ്ഞു. അതിനിടെ 2 തവണ കോഴിക്കോട് കടലാക്രമണം ഉണ്ടായി. നിരവധി വീടുകൾ തകരാറായി. ഈ സാഹചര്യത്തിൽ ഈ മാസം 28 മുതൽ ജൂൺ മാസം 4-നുമിടയിൽ കാലവർഷം എത്തുന്നതുകൊണ്ട് സർക്കാർ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരത്തിൽ വരുമെന്നും കേരളത്തിൽ 12 സീറ്റ് UDF-നും 8 സീറ്റ് LDF-നും കിട്ടുമെന്നും ഞങ്ങൾ ഏപ്രിൽ 11 നടത്തി അയക്കുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അയക്കുന്ന പ്രവചനം പൂർണ്ണമായും ശരിയായി വന്നിരിക്കുകയാണ്. കേരളത്തിൽ ജൂൺ 4-ന് കാലവർഷം ശക്തമാകും. ഇത്തവണ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കടലിലായിരിക്കും കൂടുതൽ ദോഷം. അതിനാൽ പ്രളയം, വിളനാശം, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, ഇടിമിന്നൽ, മഴ, സാംക്രമിക രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുമെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി ചെയർമാൻ ബേപ്പൂർ TK മുരളീധരൻ പണിക്കർ പറഞ്ഞു.